طلابي السلام عليكم ورحمة الله وبركاته. كيف أنتم يا طلابي طيبون؟ فأنكم أتيتم إلى آخر الدرس. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്തിൻ്റെ നമ്മുടെ ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുലാഫിലേഹി സംഭവങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു പദ്യമാണ് പഠിക്കാനുള്ളത്. യഅ്തിഫ് അലൽ ഫഖീർ. മദാ യഅ്തിഫ് അലൽ ഫഖീർ وهناك سورة من هو هذا هو الفقير وهناك وبعض الطلاب يشيرون. അല്ലേ, ഒരു കുട്ടികൾ എന്താണ് അങ്ങനെ കാണിക്കുകയാണ്. അയാളെ കാണിച്ചിട്ടെന്തോ പാടിയതാണ്. ആ പാട്ടെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. യഅ്തിഫ് മദാ യഅ്തിഫ് എന്ന് വെച്ചാൽ ഇർഹം. ഇർഹം മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന് കേട്ടിട്ടുണ്ടോ? ഇർഹം കരുണ ചെയ്യുക. എന്താണ് കരുണ ചെയ്യുക? ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? യഅ്തിഫ് അലൽ ഫഖീർ. ഫഖീറിനോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം എന്നാണ് പറയുന്നത്. അല്ലേ, പാട്ടാണ്. അപ്പോൾ പാട്ട് നമുക്ക് ഇതിൻ്റെ പാട്ടായിട്ടുള്ളത് ഈ ചാനലിൽ വരും. അപ്പം ഞാനൊന്ന് പാടാം, നിങ്ങളതുപോലെ വായിക്ക് ശ്രദ്ധിക്കാം കേട്ടോ. വഖഫ്തു ഫീ മസീരി അലാ അമ്മിൻ ഫഖീരി ഖദ് മുസ്സിഖത് സിയാബുഹു ഫിശ്ശംസി വൽ ഹജീരി ഐനാഹു തഹ്കിയാനി അൻ അദാബിഹിൽ മരീരി യദാഹു ഫിർതിആഷിൻ വസ്സദ്റു ഫീ സഫീരി ദഅവ്തുഹു ലിബൈതിനാ ലിമജ്ലിസിൻ അസീരി അത്അംതുഹു മിൻ ഖുബ്സിനാ വലഹ്മിനൽ വഫീരി അൽബസ്തുഹു الثوبല്ലദീ യഫൂഹു ബിൽഉതൂരി ഫഖാല ലീ ശുക്രൻ അലാ അതാഇകൽ കസീരി അബീ യഖൂലു ദായിമൻ യഅ്തിഫ് അലൽ ഫഖീരി. അല്ലേ, നല്ല ഈണത്തിൽ വേറെ പാട്ട് ചാനലിൽ വരും കേട്ടോ. അപ്പം നിങ്ങളിത് കേൾക്കുക. എന്താണ് ഇതിൽ പറയുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. എന്താ ഇതിൽ പറയുന്ന നോക്കാം നമുക്ക്. വഖഫ്തു ഫീ മസീരി. ഈ കുട്ടികൾ പാടുന്നതാണ് അല്ലേ. വഖഫ്തു ഫീ മസീരി. വഖഫ അതാ വഖഫ നിന്നു. വഖഫ്തു ഐ സ്റ്റുഡ് ഞാൻ നിന്നു. നമ്മൾ പഠിച്ചതല്ലേ, തൂ ചേർത്തിട്ട് ഞാൻ കൂട്ടുന്നത് അല്ലേ. വഖഫ്തു ഫീ മസീരി. മസീരി മദാ ത്വരീഖി എൻ്റെ വഴിയിലൂടെ ഞാനിങ്ങനെ നിന്നു. ആരുടെ അടുത്ത് നിന്നു? അല അമ്മിൻ. ഹുനാക്ക അങ്കിൾ. അമ്മുമൻ അങ്കിൾ. ഫഖീർ മൻ ഹുവ കൈഫ കാനൽ അമ്മ അല്ല അമ്മു ഫഖീറുൻ. അമ്മ ഒരു എന്താണ് ദരിദ്രനാണ് അല്ലേ. അപ്പം ഞാൻ ഒരു ദരിദ്രനായ അമ്മിൻ്റെ അടുത്ത് വഴിയിൽ വെച്ച് നിന്നു. ഖദ് മുസ്സിഖത് സിയാബുഹു. ഖദ് മുസ്സിഖ മദ ബ്രോക്കൺ അല്ലെങ്കിൽ കീറിയിട്ടുണ്ട്. ഖദ് മുസ്സിഖത്ത് കീറിയിട്ടുണ്ട്. എന്താണ് മുസ്സിഖത്ത് കീറിയിട്ടുണ്ട്. മാതാ മുസ്സിഖത്ത് സിയാബുഹു സൗബുഹു ലിബാസുഹു അല്ലേ, അവരുടെ ഡ്രസ്സ് കീറിയിട്ടുണ്ട്. പിന്നെയോ ഫിശ്ശംസി വൽ ഹജീരി. അയാള് വെയിലിൽ വൽ ഹജീർ ഉച്ച സമയത്താണ് അങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഫിശ്ശംസ് സൂര്യനിൽ വെയിലിൽ കേട്ടോ. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഹജീർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയം. ഓക്കെ, ആ സമയത്താണ് ഇവർ കണ്ടിട്ട് ഇരിക്കുന്നത് അല്ലേ. പിന്നെന്താണ്? ഐനാഹു തഹ്കിയാനി അൻ. ഐനാഹു ഐൻ മദ കണ്ണ്, തഹ്കിയാനി തഖുസ്സാനി സംസാരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. എന്തിനെ കുറിച്ച്? അൻ അദാബിഹി അദ്ദേഹത്തിന്റെ ദുരന്തം. അദാബ് എന്ന് വെച്ചാൽ ശിക്ഷ കേട്ടോ. അദ്ദേഹത്തിന് വന്ന ദുരന്തം. അൽ മരീർ കയ്പുള്ള. അന്നഹു ഫഖീർ അല്ലേ, അയാൾ അതുകൊണ്ട് അൽ ഫഖ്റു ഹുവ അദാബ്. ഫഖർ എന്താണ്? നമുക്ക് ഒരു അദാബ് പോലെ അല്ലേ, ഒരു ശിക്ഷ പോലെയാണ്. അപ്പം അയാളുടെ കണ്ണുകൾ സംസാരിക്കുന്നു എന്ത്? അയാൾക്ക് ലഭിച്ച ശിക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ ദുരന്തത്തെക്കുറിച്ച്. പിന്നെയോ യദാഹു യദുഞ്ചമ്മ് യദാനി. യദാഹു അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ. ഫിർതിആഷ് മദാ ഫിർതിആദ് ഇർതഅദ
കൈ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വൈബ്രേഷൻ കേട്ടോ. ഇർത്തിയാഷ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ. വസ്സദുറു, അതുപോലെ മനസ്സോ അദ്ദേഹത്തിൻ്റെ ഹൃദയമോ ഫി സഫീരിൻ, അതിനൊരു മൂളിച്ചയുണ്ട്, അതായത് കിതപ്പ് കേട്ടോ. സഫീർ മൂളിച്ച. ദഅഉതുഹു ലി ബൈത്തിന ദഅഉതുഹു, ഐ ഇൻവൈറ്റഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എവിടേക്ക്? ലി ബൈത്തിന, ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ലി മജ്ലിസിൻ, ഒരു മജ്ലിസിന് വേണ്ടിയിട്ട്. മജ്ലിസ് മതാ സുപ്ര, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണില്ലേ? അസീർ, ലി മജ്ലിസിൻ അസീർ. അസീർ എന്ന് വെച്ചാൽ ഫേവറേറ്റ് കേട്ടോ. അതിലൊരു ഫേവറേറ്റ് എന്താണ്? സുപ്ര, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള മജ്ലിസിലേക്ക് ഞാൻ അയാളെ വിളിച്ചു എന്ന് പറയുന്നത് അല്ലേ. പിന്നെന്താണ്? അത്അംതുഹു മിൻ ഖുബ്സിന, അത്അംതുഹു, അത്അമഹു, അത്അമ മത ഭക്ഷിപ്പിച്ചുഹു, അദ്ദേഹത്തെ ഞാൻ കൊടുത്തു. എന്ത്? മിൻ ഖുബ്സിന, ഞങ്ങളുടെ റൊട്ടി അദ്ദേഹത്തിന് കൊടുത്തു. വലഹ്മിന, അതുപോലെ ഞങ്ങളുടെ ഇറച്ചിയും കൊടുത്തു. അൽ വഫീർ, ധാരാളം ഇറച്ചിയും റൊട്ടിയൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഫക്കീറിനോട് നമുക്കുണ്ടായിരിക്കേണ്ട സ്വഭാവമാണ്. അൽ ബസ്തുഹു, അത്അംതു പോലെ അൽ ബസ്തു എന്താണ്? ഞാൻ ലബിസ ലിബാസ്, അൽ ബസ്തുഹു ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു, അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു. അസൗബ് മതാ അസൗബ് വസ്ത്രം, വസ്ത്രം ഇട്ടുകൊടുത്തു. യഫൂഹു ബിൽ ഉതൂരി, യഫൂഹു മതാ അൽ ബസ്തുഹു സൗബല്ലദി യഫൂഹു എന്ന് വെച്ചാൽ എന്താണ്? പരക്കുന്നു. ബിൽ ഉതൂർ, അത്തർ പരക്കുന്ന, അത്തർ മതാ സുഗന്ധം പരക്കുന്ന ഡ്രസ്സ് ഞാൻ അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു എന്നും പറഞ്ഞു അല്ലേ. അപ്പം എന്തൊക്കെ ചെയ്തു? അത്അമതുഹു, അദ്ദേഹത്തിന് ഫുഡ് കൊടുത്തു. അത്അമ മിൻ ഖുബ്സിഹി വ അൽബസ മിൻ സൗബിഹി. ഓക്കെ. പിന്നെ ഫഖാല ലി ശുക്റൻ ലി, ഫഖാല ലി, അദ്ദേഹം പറഞ്ഞു. ശുക്റൻ അല, അദ്ദേഹം പറഞ്ഞു ശുക്രൻ, നന്ദിയുണ്ട്, താങ്ക്സ് ടോ. എന്തിന്? അല അതാഇക, താങ്കളുടെ ദാനം അല്ലെങ്കിൽ താങ്കളുടെ സമ്മാനം. അതാഉമത ഹദിയ. അൽ കസീർ, ധാരാളം സമ്മാനം നൽകിയതിന് അല്ലെങ്കിൽ ധാരാളം വിഭവം നൽകിയതിന് ശുക്രൻ, നന്ദിയുണ്ട്. പിന്നെ അബി യഖൂലു ദായിമൻ, അബി യഖൂൽ, എൻ്റെ വാപ്പ, യഖൂലു ദായിമൻ, എപ്പോഴും പറയും. എന്ത്? യഅ്തിഫ് അലൽ ഫഖീർ, ഫക്കീറിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം എന്ന് വാപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ട്. മനസ്സിലായോ? ദയ കാണിക്കണം, യഅ്തിഫ്. ഇതാണ് പദ്യത്തിൽ പറയുന്നത് അല്ലേ. ഇത് മനസ്സിലായി. അപ്പോൾ ഒരു കുട്ടിയുടെ അനുഭവമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ് എന്താണ്? 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അയിന വഖഫ, എന്താണ്? അയിന വഖഫ തിഫിൽ, കുട്ടി എവിടെയാണ് നിന്നത്? കുട്ടിയാണ് പറയുന്നത് അല്ലേ. കുട്ടി ഫി മസീരിഹി അല്ലേ. വഖഫ് ഫി മസീർ എന്ന് എഴുതണം. ഫി മസീർ എന്ന് എഴുതിയാൽ മതി. കൈഫ കാനത്ത് സിയാബുൽ ഫഖീർ, ഫക്കീറിൻ്റെ വസ്ത്രം, സിയാബ് എങ്ങനെയുള്ളതായിരുന്നു അല്ലേ. ഇതാണ് എഴുതേണ്ടത്. കത് മുസ്ദിഖത് സിയാബു, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറിയിട്ടുണ്ട്. മാതാ യത്ലുബുൽ ഫഖീർ, ഫഖീർ എന്താണ് ആവശ്യപ്പെടുന്നത്? ഫക്കീർ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിന് എന്തായിരിക്കും ആവശ്യം ഉണ്ടാവുക? അത്വആമു വശറാബ്, നമുക്ക് എഴുതാം അല്ലേ. അത് ഉത്തരം ചിലപ്പോൾ അവിടെ ഇല്ല, നമുക്കിങ്ങനെ കൊടുക്കാം. അത്വആമ വശറാബ്, ഫുഡും വെള്ളവും അല്ലേ. അതുപോലെ വല്ലിബാസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ നമുക്ക് ആരാ എഴുതിയത് കവിത? അബു അബ്ദുള്ള അൽ മലിക് ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് കാന അബു അബ്ദുള്ള അൽ മലിക് ഷാഇറൻ അന്ദുലുസിയ, അദ്ദേഹം ഒരു സ്പെയിൻ കവിയാണ്. ഏതാണ്? അന്ദുലുസ് എന്ന് പറഞ്ഞാൽ സ്പെയിൻ കേട്ടോ. ബാരിഅൻ എന്ന് വെച്ചാൽ മാഹിറൻ, വിദഗ്ധനായ ഒരു സ്പെയിൻ കവിയാണ്, അല്ലെങ്കിൽ ഉൽപ്പതിഷ്ണുവായ അല്ലെങ്കിൽ നല്ല മിടുക്കനായ എന്നൊക്കെ അർത്ഥം. ഖദ് തമയ്യസ ഷിഅറുഹു, അദ്ദേഹത്തിൻ്റെ കവിത വ്യതിരിക്തമാണ്. ബിർറിഖ എന്ന് വെച്ചാൽ അലിവ്, വല ആതിഫ ദയ, അതുപോലെ കമാ തമയ്യസ അതുപോലെ വ്യതിരിക്തമാണ്. ബിൽഖിയമൽ ഇൻസാനിയ, മാനുഷിക മൂല്യങ്ങൾ, അന്നബീല മഹത്തായ മാനുഷിക മൂല്യങ്ങൾ കൊണ്ടും
അതുപോലെ ദയാകാരുണ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകൾ വ്യതിരിക്തമാണ്. ഉലിദ ഫി ഖുർത്തുബ, അദ്ദേഹം കൊർഡോവയിൽ ജനിച്ചു. ഏത് വർഷം? ആമ 947 ജനിച്ചു. വ തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു 1027 കേട്ടോ, മീലാദി. ആമ 1020, കുറേ കാലം മുമ്പുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ നുലാഹിൽ സുവറ വനസ്തഖ്റിജു മിൻഹു സത്രം മുനാസിബൻ. ഇവിടുത്തെ ഈ ചിത്രത്തിൽ എന്താണ്? വഹാദ ഹുവൽ ഫക്കീർ അല്ലേ? ഈ ഫക്കീർ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? അന്നഹു ലബിസ സൗബൻ ജദീദ്, പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അല്ലേ? അപ്പം അദ്ദേഹത്തിന് വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വരി നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ? ഏതാണ്? പറയൂ. അൽബസ്തുഹു സൗബല്ലദി യഫൂഹു ബിൽ ഉതൂരി. ആ വരി മക്കള് ഇവിടെ എഴുതി കൊടുക്കണം, ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ. അടുത്തത് അദ്ദേഹം മാതാ അന്നഹു യഅകുൽ, എന്തോ കഴിക്കുകയാണ് അല്ലേ? അപ്പോൾ ഫുഡ് കൊടുത്ത കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. ഫുഡ് കൊടുത്ത കാര്യം എവിടെയാണ് അല്ലേ? അത്അംതുഹു മിൻ ഖുബ്സിന വലഹ്മിനൽ വഫീരി. ഈ വരി താഴെ എഴുതാം. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പോൾ മക്കള് ഇതിനു മുമ്പ് ഇതിൻ്റെ ഈ 1ാമത്തെ യൂണിറ്റ് മുതൽ 6ാമത്തെ യൂണിറ്റ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ ലഭ്യമാണ്. മക്കളത് പോയി കാണുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി റെഡിയാവുക. പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈ ചാനലിൽ തന്നെ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.